സ്റ്റേറ്റിന്റെ പുതിയ സിലബസ് ആണ്. ഇതിന്റെ മാത്തമാറ്റിക്സിന്റെ ടെക്സ്റ്റ് ബുക്കാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട്, പുതിയ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയായിരിക്കും ചാപ്റ്റേഴ്സ് എന്നുള്ളത്. ഇതിൽ ആദ്യത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ തന്നെ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വർഷം നല്ലൊരു തീരുമാനം എടുക്കുക. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിന്റെ കാര്യത്തിൽ നമ്മളൊരു സർവേ നടത്തിയപ്പോൾ അതിൽ മനസ്സിലായത് നമ്മുടെ കേരളത്തിലെ 90% കുട്ടികൾക്കും മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒക്കെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ഈ ബേസ് ഇല്ലാതെ നമുക്ക് മുകളിലത്തെ ക്ലാസ്സുകളിലേക്ക് പോകാൻ, അത് ഈവൻ 10ാം ക്ലാസ്സിലും +2ലും പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകിച്ചും സ്റ്റേറ്റ് സിലബസിൽ. ഞാൻ സ്റ്റേറ്റ് സിലബസ് മോശമാക്കിയിട്ട് പറയല്ല, കാരണം ഒരു യഥാർത്ഥ ഇതാണ്. മറ്റ് സിലബസിലുള്ളവർക്കും CBSE ICSE ഉള്ളവർക്ക് ബുദ്ധിമുട്ടവരുണ്ട്, പക്ഷെ അത് പെർസെൻറ്റേജ് കുറവാണെന്ന് മാത്രം. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഏകദേശം ഒരു 90% അവസ്ഥയും ഇത് തന്നെയാണ്. അപ്പം നിങ്ങൾ ഈ സമയത്ത്, ഈ വെക്കേഷൻ സമയത്ത് ടേബിൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. ഇതിന്റെ ഫൗണ്ടേഷൻ നന്നായിട്ടൊന്ന് ക്ലിയർ ആക്കുക. അങ്ങനെ ചെയ്യുക. നിങ്ങൾ അടുത്ത് എന്തെങ്കിലും ട്യൂഷൻ സെന്ററുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് പഠിക്കുക, അല്ലെങ്കിൽ പാരന്റ് വീട്ടിലുണ്ടെങ്കിൽ അവരോട് പഠിക്കുക. ഇനി ഫൗണ്ടേഷൻ ഒന്ന് ശരിയാക്കിയിട്ട് വേണം പ്രോബ്ലംസിലേക്ക് പോകാൻ. അപ്പോൾ മാത്സിന് ഞാൻ വീണ്ടും പറയുന്നു, 1ാം ക്ലാസ് മുതൽ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് അവിടെ വരെയുള്ള ബേസിക്സ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇതുണ്ടെങ്കിലാണ് ബിൽഡിംഗ് നല്ല സ്ട്രോങ് ആയാൽ മാത്രമാണ്, ബിൽഡിങ്ങിന്റെ തറ നല്ല സ്ട്രോങ് ആയാൽ മാത്രമാണ് കൂടുതൽ നിലകൾ നമുക്ക് പടുത്തുയർത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇതാണ്, അരിത്തമെറ്റിക് സീക്വൻസസ് എന്നുള്ളതാണ് ആദ്യത്തെ ചാപ്റ്റർ. അപ്പൊ ഇതിന്റെ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ എന്താണ് നാച്ചുറൽ നമ്പർ എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണൽ സംഖ്യകൾ, മലയാളത്തിൽ പറഞ്ഞ എണ്ണൽ സംഖ്യകൾ 1 2 3 4 5 ഇതൊക്കെ നാച്ചുറൽ നമ്പർ ആണ്. ഈ നാച്ചുറൽ നമ്പറിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 2 ആണ്. ഈ സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നതും 1 ആണ്. അപ്പൊ നമ്മൾ ഇതിനെ ഡി, അതായത് കോമൺ ഡിഫറൻസ് എന്ന് പറയും. അരിത്തമെറ്റിക് സീക്വൻസിന്റെ കാര്യത്തിന് കോമൺ ഡിഫറൻസ് എന്ന് പറയും. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടൈം 1 ആണ്, ഡി 1 ആണ്. ഇനി നോക്കൂ, ഈ തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് എത്രയാണ് കിട്ടുന്നത്? 1 ആണ്. അതുപോലെ തന്നെ ഫോർത്ത് ടൈം മൈനസ് തേർഡ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ആണ്. ഫിഫ്ത് ടൈം മൈനസ് ഫോർത്ത് ടൈം ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് 1 ആണ്. അപ്പൊ സോ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആണ് എന്ന് പറയാം. അപ്പോ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഡെഫിനിഷൻ തന്നെ ഇതൊരു സീക്വൻസ് ആണ്, നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ് ആണ് അരിത്തമെറ്റിക് സീക്വൻസ്. അവിടെ കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കണം. സെക്കൻഡ് ടൈമിൽ നിന്ന് ആദ്യത്തെ ടൈം കുറച്ചാൽ കിട്ടുന്ന സംഖ്യ, അതുപോലെ തേർഡ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറച്ചാൽ കിട്ടുന്ന സംഖ്യ, ഈ കോമൺ ഡിഫറൻസ് എല്ലാത്തിലും സെയിം ആണെങ്കിൽ അങ്ങനെയുള്ള സീക്വൻസിന് നമുക്ക് എന്ത് പറയാം? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. മലയാളത്തിൽ അതിനെ സമാന്തര പ്രോഗ്രഷൻ എന്ന് പറയും. ഓക്കെ, സമാന്തര സീരീസ് എന്നൊക്കെ നമുക്ക് ശ്രേണി, സമാന്തര ശ്രേണി എന്ന് പറയും. ഇനി ഇവിടെ അടുത്ത് നോക്കൂ, ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ് വന്നേക്കണേ. ഇത് നമുക്ക് AP ആണോ, അതായത് AP എന്ന് പറയുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ള ഷോർട്ട് ഫോം ആണ്. ഇവിടെ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ് പറയാം. അപ്പൊ പണ്ടൊക്കെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നാണ് പഴയ സിലബസിലൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ പഠിക്കുന്ന സമയത്ത് +1 ഇപ്പൊ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്ന ഇരട്ട സംഖ്യകൾ 2 4 6 8 10 ഇങ്ങനെ ഈ ഒരു സീക്വൻസ് അങ്ങനെ പോകണം. അപ്പൊ ഇതൊരു AP ആണോ, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ടൈം 2 ആണ്, സെക്കൻഡ് ടൈം 4 ആണ്. ഇതിന്റെ കോമൺ ഡിഫറൻസ് സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം, ദാറ്റ് ഈസ് D എന്ന് പറയുന്നത് 2 ആണ്. ഇനി നോക്കൂ, തേർഡ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറച്ച് നോക്കുക, 8 മൈനസ് 6 2, 10 മൈനസ് 8 2. അപ്പൊ ഇതിന്റെ കോമൺ ഡിഫറൻസ് എല്ലാവർക്കും 2 ആണ്. അതുകൊണ്ട് ഈ ആദ്യത്തെ സീക്വൻസും രണ്ടാമത്തെ സീക്വൻസും എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഓഡ് നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ് ആണ്. ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒറ്റ സംഖ്യകൾ 1 3 5 അങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഫസ്റ്റ് ടൈം 1, സെക്കൻഡ് ടൈം 3, തേർഡ് ടൈം 5. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. കോമൺ ഡിഫറൻസ് D എന്ന് പറയുന്നത് സെക്കൻഡ് ടൈമിൽ നിന്ന് ആദ്യത്തെ ടൈം കുറയ്ക്കുന്നതാണ്. 3 - 1 2. ഇനി നിങ്ങൾ ഒന്നും കൂടി ചെയ്ത് നോക്കുക, മൂന്നാമത്തെ ടൈമിൽ നിന്ന് രണ്ടാമത്തെ ടേം കുറയ്ക്കുന്നതും എത്രയാണ്? 2 തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം.
അപ്പൊ ഇതിൽ അടുത്ത നമ്പർ എന്തായിരിക്കും? ഈ കോമൺ ഡിഫറൻസ് ഓരോന്ന് കൂട്ടി എഴുതുന്നതാണ്. അപ്പൊ 5, 7, 9, 11 ഇങ്ങനെ പോകും. ഇവിടെയും 2, 4, 6, 8, 10, 12 ഇങ്ങനെ അവസാനിക്കാത്ത രീതിയിൽ. ഓക്കെ, ഇവിടെ നമ്മൾ പോകും. ഓക്കെ, അപ്പൊ ഇതും എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഈ നാലാമത്തെ ഇവിടെ നമ്മൾ പറയുന്നത് ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെ പകുതി. ഇവിടെ നോക്കൂ, ഫസ്റ്റ് ടൈം 1/2, സെക്കൻഡ് ടൈം 1, തേർഡ് ടൈം 1 and 1/2 അങ്ങനെ പോവാണ്. അപ്പൊ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. വളരെ ഈസി ആയിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 1/2 ആണ്, ഇതിന്റെ സെക്കൻഡ് ടൈം 1 ആണ്, തേർഡ് ടൈം എന്ന് പറയുന്നത് 1.5. ഇവിടെ ഡി എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ടൈമിൽ നിന്ന് ആദ്യത്തെ ടേം കുറയ്ക്കുന്നതാണ്. സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് 1 ആണ്, ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ഹാഫ് ആണ്. സോ 1 മൈനസ് ഹാഫ് ആണ്. അപ്പൊ ഇത് നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, ഒന്നിൽ നിന്ന് അര കുറച്ചാൽ അരയാണ്. വളരെ സിമ്പിൾ ആണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിതിന്റെ ഡിനോമിനേറ്ററിനുള്ളത് 2 ആണ്. ആ 2വിനെ ഇവിടെ 1ന് ഡിനോമിനേറ്റർ ഇല്ല. സോ 1 into 2 minus 1/2. അപ്പൊ നമുക്ക് 1/2. കാരണം ഡിനോമിനേറ്റർ ഉള്ള സംഖ്യകളെയാണ് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് പറ്റാം. ഓക്കെ, ഫ്രാക്ഷൻസിന്റെ കാര്യത്തിൽ വരുന്നത് ഇവിടെ ഡിനോമിനേറ്റർ ഇല്ല. 2 കൊണ്ട് 1 ചെയ്തു. അപ്പൊ 1, അപ്പൊ എന്താ 2 കിട്ടി. 2 minus 1 all divided by 2, that is half. ഇല്ലെങ്കിൽ ഒന്നിൽ നിന്ന് അര കുറച്ചാൽ അര. ഇനി നിങ്ങൾ നോക്കൂ, ഈ 1.5 എന്ന് പറയുന്നത് എത്രയാണ്? 1.5 ആണ്. നിങ്ങൾ ആ നമ്പർ മനസ്സിലാക്കി 1.5 1 കുറച്ച് എത്രയാണ്? അര, ഹാഫ്. അപ്പൊ ഇവിടെ രണ്ടാമത്തെ ടേമിൽ നിന്ന് ആദ്യത്തെ ടേം കുറയ്ക്കുമ്പോഴും മൂന്നാമത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തെ ടേം കുറയ്ക്കുമ്പോഴുമുള്ള കോമൺ ഡിഫറൻസ് സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിന് എന്ത് പറയാം? സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് സീക്വൻസ് ഈസ് ഓൾസോ ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതും അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതിന്റെ ഫോർത്ത് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? ഹാഫ് ഇതും കൂട്ടിപ്പോയാൽ മതി. ഇവിടെ ഹാഫിന്റെ ഒപ്പം ഹാഫ് കൂട്ടി 1 കിട്ടി, 1ന്റെ ഒപ്പം ഹാഫ് കൂട്ടി 1.5 കിട്ടി. ഈ 1.5ന്റെ ഒപ്പം ഹാഫ് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. അങ്ങനെ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചിലവർക്ക് ഈ 1.5 നിന്ന് ഇത് കുറയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്തമാറ്റിക്സിന്റെ വഴി എങ്ങനെയാണ് കുറയ്ക്കുക? ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു മാത്തമാറ്റിക്സിന്റെ വഴി കുറച്ച് നോക്കണമെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. 1.5 minus 1. 1.5 എന്ന് പറയുന്നത് മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. ഇതിനെ നമ്മൾ ഒരു നോർമൽ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. 1 into 2 plus 1, that is 3/2 minus 1. 3/2 എന്ന് പറയുന്നത് 1.5 ആണ്. 3യുടെ പകുതി 1.5 ആണ്. ഇനി ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ 1ന് ഡിനോമിനേറ്റർ ഇല്ല. സോ അതുകൊണ്ട് നമ്മൾ 2വിനെ 1 കൊണ്ട് ഇൻഡ്യൂ ചെയ്തിട്ട് ന്യൂമറേറ്ററിനെ 2വിനെയും ഡിനോമിനേറ്ററിനെ നമ്മൾ ഇവിടെ 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. ഇതിന്റെ മീനിങ്. അപ്പൊ എന്ത് വരും? 3 മൈനസ് ഇവിടെ 1 എന്ന് പറഞ്ഞാൽ 1/1 ആണ്. അപ്പൊ ന്യൂമറേറ്ററിനെ 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് ഉടനെ തന്നെ ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. അപ്പൊ കോമൺ ഡിനോമിനേറ്റർ 2 ആയി. 3 minus 2/2 1/2. അപ്പോ നമ്മുടെ ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇനി അടുത്ത സീക്വൻസ് നോക്കാം. സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ. ഫസ്റ്റ് നാച്ചുറൽ നമ്പർ ആണ് 1, അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. സെക്കൻഡ് നാച്ചുറൽ നമ്പർ ആണ് 2, അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. തേർഡ് നാച്ചുറൽ നമ്പർ ആണ് 3, അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോ ഇനി അടുത്ത സീക്വൻസിൽ അടുത്ത നമ്പർ ഏതായിരിക്കും? 4ന്റെ അടുത്ത നാച്ചുറൽ നമ്പർ 4 ആണ്. 4ന്റെ സ്ക്വയർ 16, പിന്നെ 5ന്റെ സ്ക്വയർ 25 ഇങ്ങനെ പോകുന്നു. അപ്പൊ ഈ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നത് നമുക്ക് ചെക്ക് ചെയ്യണം. ഇവിടെ ആദ്യത്തെ ടേം എന്ന് പറയുന്ന എഫ് എന്ന് പറയുന്നത് 1 ആണ്. കോമൺ ഡിഫറൻസ് നോക്കൂ, രണ്ടാമത്തെ ടേമിൽ നിന്ന് ആദ്യത്തെ ടേം കുറച്ചു, ദാറ്റ് ഈസ് 4ൽ നിന്ന് 1 കുറച്ചു. അപ്പൊ ഡി എന്ന് പറയുന്നത് നമുക്ക് 3 കിട്ടി. ഇനി മൂന്നാമത്തെ ടൈമിൽ നിന്ന് രണ്ടാമത്തെ ടൈം കുറച്ച് നോക്കുക. അപ്പൊ 9ൽ നിന്ന് 4 കുറച്ച് എത്ര കിട്ടും? 5 കിട്ടും. ഇത് കോൺസ്റ്റന്റ് ആണോ? കോൺസ്റ്റന്റ് അല്ല. അപ്പൊ ഡിയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ സീരീസ് അരിത്തമെറ്റിക് സീരീസ് അല്ല. അപ്പൊ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു സീക്വൻസ് ആണ്, നമ്പറുകളുടെ ഒരു ശ്രേണിയാണ്, ഒരു സീരീസ് ആണ്. അവിടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു വരുന്നു എല്ലാ ടേമുകളിലും. അല്ലെങ്കിൽ രണ്ടാമത്തെ ടേമിൽ നിന്ന് ആദ്യത്തെ ടേം കുറച്ചു, മൂന്നാമത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തെ ടേം കുറച്ചു, നാലാമത്തെ ടേമിൽ നിന്ന് മൂന്നാമത്തെ ടേം കുറച്ചു. ഇനി 100ാമത്തെ ടേം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 99ാമത്തെ ടേം കുറച്ചാലും കിട്ടുന്ന ഡി എന്ന് പറയുന്നത് സെയിം ആണ്. അങ്ങനെയുള്ള ആ സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാ. അപ്പൊ എനിക്ക് മനസ്സിലായ, എന്റെ കൊച്ചു കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇത് കൃത്യമായിട്ട് പഠിച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കമന്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.
അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ അവധിക്കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണം, മനസ്സിലാക്കണം, മാത്സ് ഒരു ഇൻട്രസ്റ്റോടുകൂടി പഠിക്കണം, അതുപോലെ മറ്റ് സബ്ജക്ട്സ് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സസുകൾ അവൈലബിൾ ആണ്. ഓൺലൈൻ ക്ലാസ്സസുകൾ നമ്മൾ കുട്ടികളുടെ ശ്രദ്ധ കുറവായതുകൊണ്ട് 5 കുട്ടികളുടെ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു ക്ലാസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഓൺലൈൻ ക്ലാസ് ഉണ്ടാവുക. കാരണം ഓൺലൈൻ ക്ലാസ്സിൽ വെറുതെ മൊബൈൽ നോക്കി ശ്രദ്ധിക്കാതിരുന്നിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രം, അല്ലാത്തവർക്ക് നമ്മുടെ നേരിട്ട് നമ്മുടെ സെന്ററിൽ വന്ന് പഠിക്കാം. നിങ്ങളിത് മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മറക്കില്ല. ഇത് +1 +2 ഒക്കെ മുകളിലേക്കൊക്കെ വരും. എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. അതുപോലെ കഴിഞ്ഞ വർഷം നമ്മൾ ലൈവ് ഒക്കെ വിട്ടത് കുറെ ആൾക്കാർക്ക് ഉപകാരപ്രദമായെന്നുള്ള കമന്റ് ഒക്കെ എനിക്ക് കിട്ടി. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് റെൻസ് തോമസ് ഫ്രം GT എഡ്യൂക്കേഷൻ സൈനിങ് ഔട്ട്.